Listen, yesterday's class we discussed about the western coastal plain can be divided into three parts. Western coastal plain can be divided into three. Which are the three categories of western coastal plain? The Gujarat coast, the Konkan coast, and Malabar coast. Listen, I say once more. Western coastal can be divided into three: Konkan coast, Malabar coast, and Gujarat coast. The Gujarat coast in the north, Konkan coast in the middle, and the Malabar coast in the south. അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. കൊങ്കൺ കോസ്റ്റ് എന്നും ഗുജറാത്ത് കോസ്റ്റ് എന്നും മലബാർ കോസ്റ്റ് എന്നും. അത് ഗുജറാത്ത് കോസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത്. ഗുജറാത്ത് കോസ്റ്റ് ഇൻ ദ നോർത്ത്, കൊങ്കൺ കോസ്റ്റ് ഇൻ ദ മിഡിൽ, ദെൻ മലബാർ കോസ്റ്റ് ഇൻ ദ സൗത്ത്. മലബാർ കോസ്റ്റ് സൗത്തിലും ഗുജറാത്ത് കോസ്റ്റ് നോർത്തിലും, പിന്നെ ഇതിന്റെ രണ്ടിന്റെ നടുവിലാണ് ഏത്? കൊങ്കൺ കോസ്റ്റ്. Western coastal plain can be divided into three: Gujarat coast in the north, Konkan coast in the middle, and Malabar coast in the south. ഇപ്പൊ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് മലബാർ കോസ്റ്റിന്റെയും ഗുജറാത്ത് കോസ്റ്റിന്റെയും നടുക്കാണ് അല്ലെ. കൊങ്കൺ കോസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഗുജറാത്ത് കോസ്റ്റ് ആൻഡ് മലബാർ കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗുജറാത്ത് കോസ്റ്റ്. Okay. The Gujarat coast is the broadest part of the western coastal plain. It lies in between the Gulf of Kutch and the Gulf of Kambat. The soil here is very fertile. The main crops grown here are jowar, bajra, wheat, cotton, groundnut, and tobacco. Gujarat coast is the broadest part of the western coastal plain. അതായത് ഗുജറാത്ത് കോസ്റ്റ് ആണ് ഇത് ബ്രോഡസ്റ്റ് വൺ അല്ലെ. ഗുജറാത്ത് കോസ്റ്റ് is the broadest coast in the western coastal plain. It lies between Gulf of Kutch and the Gulf of Kambat. Gulf of Kambatന്റെയും Gulf of Kutchനും നടുവിലാണ് ഏതുള്ളത്? ഏത് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത് കോസ്റ്റ്. The soil is very fertile. അവിടുത്തെ മണ്ണ് നല്ല വളക്കൂറുള്ളതാണ്. പിന്നെ the main crops grown here are jowar, bajra, wheat, cotton, groundnut, and tobacco. അതായത് ബാജ്ര, അതുപോലെ ഗോതമ്പ്, പരുത്തി, പിന്നെ ഗ്രൗണ്ട്നട്ട് മീൻസ് നിലക്കടല, ടൊബാക്കോ എന്ന് പറഞ്ഞാൽ എന്താ? പുകയില. ടൊബാക്കോ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടൊബാക്കോ? പുകയില. ഗ്രൗണ്ട്നട്ട് മീൻസ് നിലക്കടല. ഇപ്പൊ ഗുജറാത്ത് കോസ്റ്റ് is the broadest coast. It lies between the Gulf of Kutch and Gulf of Kambat. Gulf of Kambatന്റെയും Gulf of Kutchനും നടുവിലാണ് ഗുജറാത്ത് കോസ്റ്റ് ഉള്ളത്. ഇനി the soil is very fertile in Gujarat coast. Soil is very fertile. So this soil is very എന്തിനാ ഉപയോഗിക്കാം? ഇങ്ങനെയുള്ള സോയില്, ഈ ഫെർട്ടൈൽ ആയ സോയിൽ എന്തിനാ ഉപയോഗിക്കാം മക്കളെ? എന്തിനാ ഉപയോഗിക്കാം? അഗ്രികൾച്ചറിന് വേണ്ടി അല്ലേ. ഒരുപാട് കൃഷി നടത്താൻ വേണ്ടി മണ്ണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണായതുകൊണ്ട് കൃഷി നല്ല എളുപ്പമാണ്, അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് അവിടെ കൃഷി നല്ലതായി നടക്കും അല്ലെ. നല്ല വിളകൾ കിട്ടും. ഇനി അവിടെ കാണുന്ന ക്രോപ്സ് ഏതൊക്കെയാ? വിളകൾ ഏതൊക്കെയാ? ജോവർ, ബാജ്ര, വീറ്റ്, കോട്ടൺ, ടൊബാക്കോ ആൻഡ് ഗ്രൗണ്ട്നട്ട്. ദീസ് ആർ ദ ക്രോപ്സ് ഗ്രോൺ ഇൻ ഗുജറാത്ത് കോസ്റ്റ്. ഓക്കെ, I will repeat once more. Please listen me. Gujarat coast is the broadest coast in the western coastal plain. It lies between Gulf of Kutch and Gulf of Kambat. The soil is very fertile in that region. Main crops grown here are bajra, jowar, cotton, tobacco, wheat, etc. Okay, have you understood? If you have understood, please show your thumb like this. മനസ്സിലായോ? Yes. Next paragraph, listen. Natural gas and petroleum are found near Ankleshwar. Kandla is a major port in this region. Salt is made in the coastal areas by drying seawater. നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിയായ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം. പെട്രോളിയവും നാച്ചുറൽ ഗ്യാസ് ഒക്കെ എവിടെ കാണും?
നിയർ അങ്കുലേശ്വർ. അങ്കുലേശ്വറിന് അടുത്തുള്ള ഒരു പ്ലേസില് നാച്ചുറൽ ഗ്യാസും പെട്രോളിയവും അവൈലബിൾ ആണ്. കാണ്ട്ല. കാണ്ട്ല ഈസ് എ മേജർ പോർട്ട്. അതായത് ആ വെസ്റ്റേൺ കോസ്റ്റൽ റീജിയനിലെ അല്ലെങ്കിൽ ഗുജറാത്ത് കോസ്റ്റിലെ ഒരു ഇമ്പോർട്ടന്റ് പോർട്ട് ആണ് ഇത് കാണ്ട്ല. എന്താ വായിച്ചേ? കാണ്ട്ല. ഓക്കെ. Salt is made in the coastal areas by drying seawater. നമുക്കറിയാം. We know. എങ്ങനെയാ നമ്മള് ഉപ്പുണ്ടാക്കുക? എങ്ങനെയാ ഉപ്പുണ്ടാക്കുക? കടൽ വെള്ളം കുറുക്കിയെടുത്തല്ലേ? കടൽ വെള്ളം കുറുക്കിയെടുത്താണ് നമ്മൾ ഉപ്പുണ്ടാക്കുക. Salt is made in the coastal areas by drying seawater. ഈ കോസ്റ്റൽ ഏരിയ തീരപ്രദേശങ്ങളിലൊക്കെ ഉപ്പ് വെള്ളം കുറുക്കിയെടുത്ത് എന്തുണ്ടാക്കുന്നുണ്ട്? ഉപ്പ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അത് കടൽ വെള്ളം കുറുക്കിയെടുത്താണ് ഉപ്പ് ഉണ്ടാക്കുക. ഇപ്പൊ നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം ആർ ഫൗണ്ട് നിയർ അങ്കുലേശ്വർ. കാണ്ട്ല is the major port in this region. Then പിന്നെ salt is made in the coastal areas by drying seawater. സീവാട്ടറിനെ ഉണക്കിയെടുത്ത് അല്ലെങ്കിൽ വറ്റിച്ചെടുത്താണ് ഉപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ കോസ്റ്റൽ ഏരിയയില് മുഴുവൻ എങ്ങനെയാണ്? ഏതാണ് ജോലി? ഇതാണല്ലേ ഉപ്പ് ഉണ്ടാക്കുക. എങ്ങനെയാ ഉപ്പുണ്ടാക്കുക? കടൽ വെള്ളം വറ്റിച്ചെടുത്തല്ലേ? Next paragraph. Ahmedabad is the largest city in this region. It is famous for its textile industries. Gandhinagar is the capital of Gujarat. The Gir National Park, located in this region, is home to the Asiatic lion. Ahmedabad is the largest city in this region. അതായത് ഗുജറാത്ത് കോസ്റ്റിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഏത്? അഹമ്മദാബാദ്. അഹമ്മദാബാദ് is the largest city in Gujarat coast. It is famous for textile industry. അതായത് തുണി വ്യവസായത്തിലെ ഏറ്റവും ഫേമസ് ആണ് ഏത്? അഹമ്മദാബാദ്. അപ്പം തുണി വ്യവസായത്തില് വളരെ ഫേമസ് ആണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് is the largest city in this region or Gujarat coast. This Ahmedabad is very famous for textile industry. Then Gandhinagar is the capital of Gujarat. Gujarat's capital ഏതാ? Which is the capital of Gujarat? Gandhinagar. Gandhinagar is the capital of Gujarat. Gir National Park, located in this region, is home to the Asiatic lion. അതായത് ഏഷ്യാറ്റിക് ലയൺ കാണപ്പെടുന്ന ഗിർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്ത? ഗുജറാത്തിൽ. മനസ്സിലായോ? Gir National Park is located in Gujarat. It is famous for Asiatic lion. I repeat once more. Please listen me. Ahmedabad is the largest city in this region. Ahmedabad is very famous for textile industry. Gandhinagar is the capital of Gujarat. Then Gir National Park is located in Gujarat or in this region. It is the region home for Asiatic lion. അതായത് ഏഷ്യാറ്റിക് ലയണിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്? ഗിർ നാഷണൽ പാർക്കിലാണ്. അപ്പൊ ഞാൻ ഗുജറാത്ത് കോസ്റ്റ് ഒന്നും കൂടെ പറയാം, ശ്രദ്ധിക്കുക. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. Western coastal plain can be divided into 3 categories or 3 parts. First one, Gujarat. Gujarat coast is located in the north. Then Konkan coast is located in the middle and Malabar coast is located in the south. ഗുജറാത്ത് എവിടെയാണ്? നോർത്തിലാണ്. പിന്നെ മലബാർ കോസ്റ്റ് സൗത്തിലാണ്. ദെൻ ഇതിന്റെ രണ്ടിന്റെ നടുവിലാണ് ഏതുള്ളത്? കൊങ്കൺ കോസ്റ്റ്. ഓക്കെ. ഇനി ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡസ്റ്റ് പാർട്ട് ഓഫ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. ഇറ്റ് ലൈസ്, അതായത് ഗുജറാത്ത് കോസ്റ്റ് ലൈസ് ബിറ്റ്വീൻ ഗൾഫ് ഓഫ് കാച്ച് ആൻഡ് ഗൾഫ് ഓഫ് കാമ്പത്ത്. ഗൾഫ് ഓഫ് കാമ്പത്തിന്റെയും കാച്ചിന്റെയും നടുവിലാണ് ഏതുള്ളത്? സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത് കോസ്റ്റ്. അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആണ് അല്ലെ? ഫെർട്ടൈൽ സോയിൽ ഈസ് ഹിയർ. ഇറ്റ് ഈസ് വെരി suitable for cultivation. Main crops grown here are jowar, bajra, wheat, tobacco and groundnut. Tobacco എന്ന് പറഞ്ഞാൽ എന്താ? പുകയില. groundnut എന്ന് പറഞ്ഞാല് നിലക്കടല. പിന്നെ നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം ആർ ഫൗണ്ട് നിയർ അങ്കുലേശ്വർ. ഇതിനടുത്താണ് നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഉള്ളത്. നാച്ചുറൽ ഗ്യാസും അതുപോലെ പെട്രോളിയം ഒക്കെ കാണപ്പെടുന്ന എവിടെയാണ്? നിയർ അങ്കുലേശ്വർ. പിന്നെ കാണ്ട്ല ഈസ് ദ
മേജർ പോർട്ട് ഇൻ ദിസ് റീജിയൻ. അത് കണ്ടിലാണ് ഏത് ഈ റീജിയനിലെ ഒരു ഇമ്പോർട്ടന്റ് പോർട്ട്. ഇവിടെ എന്തുണ്ട്? കോസ്റ്റൽ ഏരിയാസിലുള്ള ആൾക്കാര് അവിടെ എന്ത് ചെയ്യും? ഉപ്പുവെള്ളം, കടൽ വെള്ളം കുറുക്കിയെടുത്ത് അവിടുന്ന് ഉപ്പ് ഉണ്ടാക്കാറുണ്ട് അല്ലെ? യെസ്. ഇപ്പൊ കോസ്റ്റൽ ഏരിയാസിലെ മിക്കവാറും നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്, ഉപ്പുവെള്ളം ചൂടാക്കുക, അതിൽ നിന്ന് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുക, ഉപ്പ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു അഹമ്മദാബാദ്. അഹമ്മദാബാദ് ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ദിസ് റീജിയൻ. ഈ ഏരിയയിലെ, അതായത് നമ്മുടെ ഗുജറാത്ത് കോസ്റ്റിലെ ഒരു വലിയ സിറ്റിയാണ് ഇത് അഹമ്മദാബാദ്. അഹമ്മദാബാദിന്റെ പ്രത്യേകത എന്താ? അഹമ്മദാബാദിന്റെ പ്രത്യേകത എന്താ? ഏതിലാ ഫേമസ്? ഇറ്റ് ഈസ് ഫേമസ് ഫോർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെ? തുണി വ്യവസായത്തിലെ വളരെ ഫേമസ് ആയ ഒരു സിറ്റിയാണ് ഇത് അഹമ്മദാബാദ്. ഓക്കെ, അഹമ്മദാബാദ് ഈസ് വെരി ഫേമസ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. പിന്നെ ഗുജറാത്തിന്റെ ക്യാപിറ്റൽ നമ്മൾ ഏതാന്നാ പറഞ്ഞത്? വിച്ച് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഗുജറാത്ത്? ക്യാപിറ്റൽ ഓഫ് ഗുജറാത്ത് ഗാന്ധിനഗർ. ഗാന്ധിനഗർ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഗുജറാത്ത്. പിന്നെ അവിടെ ഒരു നാഷണൽ പാർക്ക് ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? ദ ഗിർ നാഷണൽ പാർക്ക്. അവിടെ മെയിൻ ആയി കാണുന്ന ആനിമൽ ഏതാ? ഏഷ്യാറ്റിക് ലയൺ അല്ലെ? ഏഷ്യാറ്റിക് ലയൺ. അപ്പൊ അഹമ്മദാബാദ് ആണ് ഈ റീജിയനിലുള്ള ഇമ്പോർട്ടന്റ് സിറ്റി. അഹമ്മദാബാദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഹമ്മദാബാദ് വളരെ പ്രശസ്തമായ ഒരു സിറ്റിയാണ്. ഏതിലെ? തുണി വ്യവസായത്തിലെ. പിന്നെ നമ്മുടെ ഗുജറാത്തിന്റെ തലസ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാന്ധിനഗർ ആണ്. ഈ ഗുജറാത്തിൽ ഒരു ഇമ്പോർട്ടന്റ് നാഷണൽ പാർക്ക് ഉണ്ട്, അതിന്റെ പേരാണ് ഗിർ നാഷണൽ പാർക്ക്. അവിടെ മെയിൻ ആയി കാണുന്ന ആനിമൽ ആണ് ഇത് ഏഷ്യാറ്റിക് ലയൺ അല്ലേ? മനസ്സിലായോ? ഇത്രയും മനസ്സിലായിരുന്നു മിസ്സിന് തമ്പ് തന്നെ. യെസ്, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ കൊങ്കൺ കോസ്റ്റ്. ആർ യു റെഡി? ഓക്കെ. Next one, Konkan coast. Listen. The Konkan coast lies to the south of Gujarat coast. It extends from the Gulf of Kambat up to Goa. This plain is very narrow, rocky and uneven. The hills in this area extend to the seashore. Konkan coast. Konkan coast ഏത് പാർട്ടിലാ? നോർത്ത് ആണോ, സൗത്ത് ആണോ, മിഡിൽ ആണോ? Konkan coast is located between the north and south അല്ലെ? ഗുജറാത്ത് കോസ്റ്റിന്റെയും മലബാർ കോസ്റ്റിന്റെയും നടുവിലാണ് ഇത് കൊങ്കൺ കോസ്റ്റ്. ഇനി the Konkan coast lies to south of Gujarat coast. ഗുജറാത്ത് കോസ്റ്റിന്റെ സൗത്ത് ഭാഗത്താണ് ഏതുള്ളത്? നമ്മുടെ കൊങ്കൺ കോസ്റ്റ്. അത് എവിടം തൊട്ട് എവിടം വരെയാ? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ ഗൾഫ് ഓഫ് കാമ്പത്ത് അപ് ടു ഗോവ. ഗൾഫ് ഓഫ് കാമ്പത്ത് മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കാണ് ഇത് നമ്മുടെ കൊങ്കൺ കോസ്റ്റ്. എവിടം തൊട്ടാണ്? ഗൾഫ് ഓഫ് കാമ്പത്ത് മുതൽ ഗോവ വരെ. നമ്മുടെ ഗുജറാത്ത് കോസ്റ്റ് എവിടെയായിരുന്നു ഗുജറാത്ത് കോസ്റ്റ്? ബിറ്റ്വീൻ ഗൾഫ് ഓഫ് കാച്ച് ആൻഡ് കാമ്പത്ത്. കാമ്പത്തിന്റെയും കാച്ചിന്റെയും നടുവിലാണ് ഇത് ഗുജറാത്ത് കോസ്റ്റ്. കൺഫ്യൂഷൻ ആയി പോകരുത്. ഇനി കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് കാമ്പത്ത് മുതൽ ഗോവ വരെ. മനസ്സിലായോ? കൊങ്കൺ കോസ്റ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഗൾഫ് ഓഫ് കാമ്പത്ത് അപ് ടു ഗോവ. ഗോവ വരെ ഉണ്ട്. ദിസ് പ്ലെയിൻ ഈസ് നാരോ. ഇതൊരു ഇടുങ്ങിയ റീജിയൻ ആണ് ഇത്. നാരോ റീജിയൻ ആണ് ഇത് കൊങ്കൺ കോസ്റ്റ്. റോക്കി മീൻസ് കല്ലൊക്കെ ഉള്ളത്. അൺഈവൻ മീൻസ് നിരപ്പല്ലാത്തത് അല്ലെ? നിരപ്പല്ലാത്തതും കല്ലുകളൊക്കെ ഉള്ളതും അതുപോലെ ഇടുങ്ങിയതുമായ ഒരു പ്രദേശമാണ് ഇത് ഏത് ഏരിയ? കൊങ്കൺ കോസ്റ്റ്. ദ ഹിൽസ് ഇൻ ദിസ് ഏരിയ എക്സ്റ്റെൻഡ് ടു ദ സീഷോർ. അത് കുന്നുകളൊക്കെ എവിടം വരെ എങ്ങോട്ട് വ്യാപിച്ചു കിടക്കുന്നു? കടൽ തീരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു. കുന്നുകളൊക്കെ കടൽ തീരം വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഏതില്? നമ്മുടെ കൊങ്കൺ കോസ്റ്റില്. അപ്പൊ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മലബാർ കോസ്റ്റിന്റെയും ഗുജറാത്ത് കോസ്റ്റിനും നടുവിലാണ്. നോർത്തിനും സൗത്തിനും ഇടയിലാണ്. പിന്നെ കൊങ്കൺ കോസ്റ്റ് ശരിക്കും ഇപ്പൊ ഉള്ളത് കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഗുജറാത്ത് കോസ്റ്റിന്റെ തെക്ക് ഭാഗത്താണ് അല്ലെ? കൊങ്കൺ കോസ്റ്റ് is located the south of ഗുജറാത്ത് കോസ്റ്റ്. ഗുജറാത്ത് കോസ്റ്റിന്റെ തെക്ക് ഭാഗത്താണ് ഏതുള്ളത്? കൊങ്കൺ കോസ്റ്റ് ഉള്ളത്. കൊങ്കൺ കോസ്റ്റ് എവിടം തൊട്ട് എവിടം വരെയാണ്? ഗൾഫ് ഓഫ് കാമ്പത്ത് മുതല് ഗോവ വരെ അല്ലെ? ഗൾഫ് ഓഫ് കാമ്പത്ത് മുതല് ഗോവ വരെയാണ് ഏതുള്ളത്? കൊങ്കൺ കോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അത് എങ്ങനെയുള്ള റീജിയൻ ആണത്? അത്
അൺഈവൻ ആണ്. നിരപ്പാണോ? നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലമാണോ? അല്ല. അവിടെ എന്തുണ്ട്? നല്ല കല്ലുകളൊക്കെ ഉള്ള പ്രദേശമാണ്. പിന്നെയോ നാരോ, ഇടുങ്ങിയതാണല്ലേ. ഇടുങ്ങിയ ഒരു റീജിയൻ ആണ് ഇത്. പിന്നെ അവിടെ നോക്ക്, ദ ഹിൽസ് ഇൻ ദിസ് ഏരിയ എക്സ്റ്റെൻഡ് ടു ദ സീഷോർ. അത് കടൽത്തീരത്തേക്ക് കുന്നുകളൊക്കെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക. ഇങ്ങനെ കുന്നുകളൊക്കെ വ്യാപിച്ച് എങ്ങോട്ടേക്ക് ഉണ്ട്? കടൽത്തീരം വരെ കുന്നുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. Along the Konkan coast, Mumbai has the largest port in India. It is called Jawaharlal Nehru Port. The city is famous for its film and textile industry. Okay? Along the Konkan coast, Mumbai has the largest port in India. അതായത് കൊങ്കൺ കോസ്റ്റിലെ മുംബൈ എന്ന് പറയുന്നത്, മുംബൈയിലാണ് ഏതുള്ളത്? ഒരു വലിയ പോർട്ട് ഉണ്ട്. മുംബൈയിൽ ഒരു വലിയ പോർട്ട് ഉണ്ട്. ആ പോർട്ടിന്റെ പേരെന്താ? ഏതാ വലിയ പോർട്ടിന്റെ പേര്? ജവഹർലാൽ നെഹ്റു പോർട്ട്. അപ്പൊ നമ്മുടെ കൊങ്കൺ കോസ്റ്റിലെ മുംബൈയില് ഉള്ള ഏറ്റവും വലിയ ഒരു ലാർജസ്റ്റ് പോർട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടാണ് ഏത്? മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പേരാണ് ഏത്? ജവഹർലാൽ നെഹ്റു പോർട്ട്. Jawaharlal Nehru Port is the largest port in India. Okay. Jawaharlal Nehru Port located in Gujarat. Sorry, Mumbai. Gujarat alla, Mumbai. ഗുജറാത്തിലുള്ളത് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? നാഷണൽ പാർക്കിന്റെ പേരാണ് പറഞ്ഞത്. അതുപോലെ കണ്ടിലയാണ് ഇത് അവിടെയുള്ള ഗുജറാത്തിലെ മെയിൻ പോർട്ട്. ഓക്കെ. പിന്നെ the city is famous for its film and textile industry. അതായത് ഈ മുംബൈ എന്ന് പറഞ്ഞ ഏതിനാണ് ഫേമസ്? ഫിലിമിനും അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും ഫേമസ് ആണ് ഇത് നമ്മുടെ മുംബൈ. അപ്പൊ നോക്ക്, കൊങ്കൺ കോസ്റ്റിലെ ഒരു ഇമ്പോർട്ടന്റ് സിറ്റിയാണ് മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായ ജവഹർലാൽ നെഹ്റു പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ മുംബൈ എന്ന് പറയുന്നത് ഫിലിമിലും അതുപോലെ ടെക്സ്റ്റൈൽസിലും ഫേമസ് ആണ്. മനസ്സിലായോ? ലാസ്റ്റ് പാരഗ്രാഫ്. Many oil fields have been discovered off the Mumbai coast. This region is called Bombay High. The town of Trombay, close to Mumbai, has the Baba Atomic Research Center. അതായത് മെനി ഓയിൽ ഫീൽഡ്സ്, ഒരുപാട് ഓയിൽ പാടങ്ങൾ, എണ്ണപ്പാടങ്ങള് ഇവിടെ കണ്ടിട്ടുണ്ട്. മുംബൈയിലുണ്ട്. മുംബൈയിൽ ഒരുപാട് എണ്ണപ്പാടങ്ങളുണ്ട്. ദിസ് റീജിയൻ ഈസ് കോൾഡ് ബോംബെ ഹൈ. ഈ എണ്ണപ്പാടങ്ങൾ കാണുന്ന ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് ഇത്? ബോംബെ ഹൈ. എന്താ പറയാ? ബോംബെ ഹൈ. പറഞ്ഞേ. ബോംബെ ഹൈ. ദ ടൗൺ ഓഫ് ട്രോംബെ. ട്രോംബെ ടൗണിലെ മുംബൈയോട് ചേർന്ന ട്രോംബെ ടൗണിലെ ഒരു സെന്റർ ഉണ്ട്. അതിന്റെ പേരെന്താണെന്നറിയോ? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. അപ്പൊ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ മുംബൈ, അല്ലെ? നിയർ ട്രോംബെ ടൗൺ. ഒന്നുകൂടെ പറയാം. അതായത് ഈ മുംബൈയിൽ ഒരുപാട് എണ്ണപ്പാടങ്ങളുണ്ട്. മാത്രമല്ല ആ എണ്ണപ്പാടങ്ങൾ ഉള്ള സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും? ബോംബെ ഹൈ എന്നാണ് പറയാ. ഇനി ട്രോംബെ നഗരത്തോട്, ട്രോംബെ ടൗണിനോട് ചേർന്ന്, മുംബൈയിലെ ട്രോംബെ ടൗണില്, മുംബൈയുടെ അടുത്തുള്ള ട്രോംബെ ടൗണില് ഒരു ഫേമസ് സെന്റർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണെന്ത്? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. എന്താ റിസർച്ച് പറഞ്ഞാല്? നമ്മൾ റിസർച്ച് ചെയ്യാറില്ലേ? ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷണ സെന്റർ ആണ് ഇത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ഒന്നും കൂടെ മിസ് ആദ്യം തൊട്ടേ പറയാം. കൊങ്കൺ കോസ്റ്റ് ശ്രദ്ധിക്കുക. കൊങ്കൺ കോസ്റ്റ് ലൈസ് to the south of Gujarat coast. It extends from Gulf of Kambat up to Goa. അതായത് ഗുജറാത്ത് കോസ്റ്റിന്റെ സൗത്ത് ഭാഗത്താണ് കൊങ്കൺ കോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതായത് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ഗൾഫ് ഓഫ് കാമ്പത്ത് മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്നു. കൊങ്കൺ കോസ്റ്റ് എക്സ്റ്റെൻസ് ഫ്രം ഗൾഫ് ഓഫ് കാമ്പത്ത് അപ് ടു ഗോവ. പിന്നെ ഇവിടുത്തെ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? അൺഈവൻ ആണ്. അൺഈവൻ, റോക്കി ആൻഡ് നാരോ. പിന്നെ along the Konkan coast, Mumbai has largest port in India. അതായത് കൊങ്കൺ കോസ്റ്റിലെ ഒരു ലാർജസ്റ്റ് പോർട്ടാണ് ഇത് മുംബൈ. ലാർജസ്റ്റ് പോർട്ടാണ് മുംബൈ. അതിന്റെ പേരെന്താണ്? മുംബൈയിലുള്ള ആ ലാർജസ്റ്റ് പോർട്ടിന്റെ പേര് ജവഹർലാൽ നെഹ്റു പോർട്ട്.
Jawaharlal Nehru Port. The city is famous for its film and textile industry. അതായത് മുംബൈ എന്ന് പറയുന്നത് ഫിലിമിലും അതുപോലെ തുണി വ്യവസായത്തിലും വളരെ ഫേമസ് ആണ്. പിന്നെ ഇവിടെ തന്നെ ഈ മുംബൈയിൽ ഒരുപാട് ഓയിൽ പാടങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ ഓയിൽ പാടങ്ങളുള്ള സ്ഥലത്തെ നമ്മൾ എന്ത് പറയും? ആ ഏരിയയുടെ പേരാണ് എന്ത്? ബോംബെ ഹൈ. എവിടെയാണ് ഓയിൽ പാടങ്ങൾ ഉള്ളത്? ബോംബെ ഹൈയില്. പിന്നെ ട്രോംബെ എന്ന് പറയുന്നത് ബോംബെക്ക് അടുത്തുള്ള ഒരു ടൗൺ ആണ്. അവിടെ ഏത് സ്ഥിതി ചെയ്യുന്നു? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. എന്താ? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ഞാൻ ഇന്നെടുത്തത് ഒന്നും കൂടെ പറയാം, ശ്രദ്ധിക്കുക. ഒന്നും കൂടെ പറയണേ. The western coastal plain can be divided into 3. ഏതൊക്കെയാ? ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ് and മലബാർ കോസ്റ്റ് അല്ലെ? ഗുജറാത്ത് കോസ്റ്റ് located in the north, കൊങ്കൺ കോസ്റ്റ് in the middle and മലബാർ കോസ്റ്റ് in the south. ഇനി ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡസ്റ്റ് കോസ്റ്റ് ആണ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലെ ഒരു ബ്രോഡസ്റ്റ് പാർട്ടാണ്. Gujarat coast lies between Gulf of Kambat to Gulf of Kutch. The soil is very fertile, so agriculture is very easy here. Main crops grown here are jowar, bajra, wheat, tobacco and groundnut. Natural gas and petroleum are found near Ankleshwar. Pinne major port is കാണ്ടില അല്ലെ? അവിടെ കാണുന്ന ഗുജറാത്തിലെ മെയിൻ പോർട്ട് ഏതാണ്? ഒരു ഇമ്പോർട്ടന്റ് പോർട്ട് ഏതാണ്? കാണ്ടില. പിന്നെ അവിടെയുള്ള എന്താ? അവിടെ എന്താ ഒരു പ്രത്യേകത പറഞ്ഞത്? ഉപ്പുണ്ടാക്കും അല്ലെ? കോസ്റ്റൽ ഏരിയാസില് കടൽ വെള്ളം ചൂടാക്കി ഉപ്പുണ്ടാക്കാറുണ്ട്. പിന്നെ അവിടുത്തെ ഇമ്പോർട്ടന്റ് സിറ്റി ഏതാണ്? ലാർജസ്റ്റ് സിറ്റി ഏതാ? അഹമ്മദാബാദ് is the largest city in Gujarat. അഹമ്മദാബാദ് ഏതിലാ ഫേമസ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെ? Ahmedabad is the largest city in the region and it is very famous for textile industry. പിന്നെ ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ഏതാ? Gandhinagar is the capital of Gujarat. Gir National Park is located here. ഗുജറാത്തിലാണ് ഏതുള്ളത്? ഗിർ നാഷണൽ പാർക്ക്. ഗിർ നാഷണൽ പാർക്കില് കാണുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആനിമൽസ് ഏതാണ്? ഏഷ്യാറ്റിക് ലയൺ അല്ലെ? ഗിർ നാഷണൽ പാർക്ക് ഈസ് ദ ഹോം ഓഫ് ഏഷ്യാറ്റിക് ലയൺ. മനസ്സിലായില്ലേ? മറന്നു പോകരുത്. ഇനി അടുത്തതും കൂടെ ആവുമ്പോ കൺഫ്യൂഷൻ ആകരുത്. പിന്നെ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് കൊങ്കൺ കോസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ദ സൗത്ത് ഓഫ് ഗുജറാത്ത് കോസ്റ്റ്. ഇറ്റ് ഈസ് ഫ്രം ഗൾഫ് ഓഫ് കാമ്പത്ത് അപ് ടു ഗോവ. ഗൾഫ് ഓഫ് കാമ്പത്ത് മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്നു. ദിസ് പ്ലെയിൻ ഈസ് വെരി നാരോ, റോക്കി ആൻഡ് അൺഈവൻ. അതായത് നിരപ്പല്ലാത്ത കല്ലുകളൊക്കെ ഉള്ള ഒരു ഇടുങ്ങിയ പ്രദേശമാണ് ഇത് ഈ കൊങ്കൺ കോസ്റ്റ്. പിന്നെ കൊങ്കൺ കോസ്റ്റില് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പോർട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു. ആ ലാർജസ്റ്റ് പോർട്ടിന്റെ പേരെന്താ? ലാർജസ്റ്റ് പോർട്ട്, ഇന്ത്യയിലെ ലാർജസ്റ്റ് പോർട്ടിന്റെ പേരെന്താ? ജവഹർലാൽ നെഹ്റു പോർട്ട് അല്ലെ? ജവഹർലാൽ നെഹ്റു പോർട്ട് അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മുംബൈയില്. ഇനി മുംബൈ എന്തിലാ ഫേമസ് ആയത്? ഫിലിമിലും അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും. പിന്നെ ഇവിടെ ഒരുപാട് ഓയിൽ പാടങ്ങൾ ഉണ്ട്. ഓയിൽ പാടങ്ങൾ എവിടെയാത്? ആ ഓയിൽ പാടങ്ങൾ കാണുന്ന ഏരിയ ഏതാ? ബോംബെ ഹൈ. എവിടാ? ബോംബെ ഹൈ. പറഞ്ഞേ, ബോംബെ ഹൈ. ബോംബെ ഹൈ. Many oil fields have been discovered off the Mumbai coast. This region is called Bombay High. The town of ട്രോംബെ നഗരത്തിലെ, അതായത് മുംബൈയോട് ചേർന്ന് കിടക്കുന്ന ട്രോംബെ ടൗണില് ഒരു റിസർച്ച് സെന്റർ ഉണ്ട്. ആ സെന്ററിന്റെ പേരാണ് ഇത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. പറഞ്ഞേ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. അപ്പൊ കാണ്ടില പഠിച്ചു. കാണ്ടില എന്ന് പറയുന്നത് ഗുജറാത്തിലെ മേജർ പോർട്ടാണ്. പിന്നെ ജവഹർലാൽ നെഹ്റു പോർട്ട് ലാർജസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യയാണ്. അത് എവിടെയാ? അത് മുംബൈയിലാണ്. പിന്നെ ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. പിന്നെ ബോംബെ ഹൈ മുംബൈയിലാണ്. പിന്നെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ട്രോംബെ, അതായത് ക്ലോസ് ടു മുംബൈ. മറന്നു പോവോ? ഇല്ല. Any doubt anybody? No. Are you okay? മനസ്സിലായോ?
അത് കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട് അല്ലേ? ഗുജറാത്തും കൊങ്കണും രണ്ടും കൂടെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ? പ്ലീസ് റീഡ് ദ ലെസൺ മെനി ടൈംസ്. ഓക്കെ, യു ക്യാൻ റീഡ് ദ ലെസൺ മെനി ടൈംസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. മനസ്സിലായില്ലേ? ഓക്കെ, then Ashin, please unmute your phone. Ashin, you can read now. Ashin, unmute and read from Gujarat Coast. Gujarat Coast മുതൽ ഒന്ന് വായിച്ചേ മോനെ. The Gujarat Coast in broadest part of the western coastal plain. It lies between the Gulf of Cats and Gulf of Kambat. Gulf of Kambat. The soil is very fertile. The many crops grow here: banjara, wheat, cotton, groundnut and tobacco. Okay, please unmute. Stop. Next one, Kriba Mary, you can read now the next paragraph. Kriba Mary Abraham, unmute and read. Natural gas and petroleum are found near Ankleshwar. Kandla is a major port in this region. Salt is made in the coastal areas by drying seawater. Ahmedabad is the largest city in this region. It is famous for its textile industries. Gandhinagar is the capital of Gujarat. The Gir National Park, located in this region, is home to the Asiatic lion. Okay, good. Next one, Sinan, unmute and read Konkan Coast. Sinan, please unmute. The Konkan Coast lies to the south of the Gujarat coast. Extends from the Gulf of Kambat to Goa. എന്താ വായിക്കാത്? ഗോവ, GOA, ഗോവ എന്നാണ് കേട്ടോ. This plain is very narrow, rocky and uneven. The hills in this area extend to the seashore. Along the Konkan Coast, Mumbai has the largest port in India. It is called the Jawaharlal Nehru Port. The city is famous for its film and textile industries. Okay, good morning. Okay, good. Next one, Sridev Krishna, you can read. Sridev Krishna. Okay. Many oil fields have been discovered off the Mumbai coast. This region is called Bombay High. The town of Bombay close to Mumbai has the Baba Atomic Research Center. Okay, good. Next one,
ഫാത്തിമ ഫാത്തിമ മോളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഫാത്തിമ. ഓക്കെ ഓക്കെ ഗുജറാത്ത് കോസ്റ്റ് വായിച്ചേ. Gujarat coast. The Gujarat coast is the broadest part of the western coastal plain. It lies in between the Gulf. The soil here is very fertile. The main crops grown here are jowar, bajra, wheat, cotton, groundnut, and tobacco. Natural gas and petroleum are found near Ankleshwar. Kandla is a major port in the region. In this region. Salt is made in areas by drying seawater. Okay, mole. Water. Okay. Please stop. Next paragraph. Christy Sindo, you can read the next paragraph. Unmute and read. Christy Sindo. Unmute the mone. Okay. Along the Allahabad coast. Ahmedabad is the Gujarat coast le third paragraph mudale. Ahmedabad is the largest city in this region. It is famous for its centers, textile industries, Gandhinagar is the capital of Gujarat. The Gir National Park located is in this region. It to the home Asiatic lion. Okay. Next one. Okay, please stop. Please stop there. Christy, please stop there. Next one. Nihal, you can read now. Muhammad Nihal. Please unmute. Mone ഒന്ന് unmute ചെയ്തേ മുഹമ്മദേ. Okay. Next one, Konkan coast. You can read. Konkan coast. The Konkan coast lies to the south of the Gujarat coast. It extends from the Gulf of Khambat up to Goa. This plain is very narrow, rocky, and uneven. The hills in this area extend to the seashore. Along the Konkan coast, Mumbai has the largest port in India. It is called the Jawaharlal Nehru Port. The city is famous for its film and textile industries. Okay, മോനെ. അപ്പൊ വായിക്കാത്ത കുറച്ച് കുട്ടികളുണ്ട്. അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാട്ടോ. ടൈം കഴിയാനായി. Time is going to over. We have only 1 minute more. So, tata, bye bye. See you. Bye bye. Okay, bye.